ഇന്നോവേറ്റീവ് PSC ട്യൂട്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസ് കമ്പനി ബോർഡ് LGS എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ്. മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം മറക്കല്ലേ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? ആൻസർ ഓപ്ഷൻ എ മോത്തിലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിന് അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭ താൽക്കാലിക അധ്യക്ഷനായിട്ട് സച്ചിദാനന്ദ സിൻഹയെ തിരഞ്ഞെടുത്തത് ഡിസംബർ 9, 1946 ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹത്തെ 1946 ഡിസംബർ 11 തിരഞ്ഞെടുക്കപ്പെട്ടത്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു BR അംബേദ്കർ. ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിനാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ: വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം? ആൻസർ ഓപ്ഷൻ സി 40. പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 40. ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 243A ആണ്. പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ജവഹർലാൽ നെഹ്റു ആണ്. ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച മഹാത്മാഗാന്ധിയാണ്. ജനകീയ ആസൂത്രണം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് MN റോയ് ആണ്. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന റിപ്പൺ പ്രഭു ആണ്. പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തത്. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്നത് ബൽവന്ത് റായ് മേത്തയുടെ ശുപാർശ പ്രകാരം 1957 പഞ്ചായത്ത് രാജിന് ഭരണഘടന സാധുത നൽകിയ ഭേദഗതി 73-ാം ഭേദഗതി 1992. പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24 ആർട്ടിക്കിൾ 54 രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 52 ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 42 മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ബഹുമത സമൂഹം എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ ആര്? ആൻസർ ഓപ്ഷൻ സി VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകനായിരുന്നു VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് 1908 ജനുവരി 31 യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യമായിരുന്നു നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത്. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയമായിരുന്നു. നമ്പൂതിരി യുവജന സംഘം എന്ന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനും VT ഭട്ടതിരിപ്പാടായിരുന്നു. VT ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നത്. ഇത് 1929 പബ്ലിഷ് ചെയ്തത്. അന്തർജന സമാജം, ബഹുജന സമൂഹം എന്നിവയൊക്കെ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖനത്തിൻ്റെ കർത്താവും VT ഭട്ടതിരിപ്പാട് തന്നെയാണ്. ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകിയത് VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാട് പത്രാധിപരായ മാസികകളാണ് പാശുപതം, ഉദ്ബുദ്ധ കേരളം. 1931 തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ VT ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ 7 ദിവസം നീണ്ടു നിന്ന കാൽനട പ്രചരണജാഥ നടത്തിയിട്ടുണ്ട്. ഇതാണ് യാചനായാത്ര എന്നറിയപ്പെടുന്നത്. VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. അടുത്ത ക്വസ്റ്റ്യൻ: പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 2ാമത്തെ നദിയാണ് ഗോദാവരി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയും ഗോദാവരി തന്നെയാണ്.
ഡെക്കാൻ മേഖലയിലെ ഏറ്റവും നീളമുള്ള നദി ഗോദാവരിയാണ്. ഗോദാവരി നദിയുടെ പോഷക നദികളാണ് പെൻഗംഗ, ഇന്ദ്രാവതി, വർധ, പൂർണ്ണ. ഗോദാവരി നദിയുടെ നീളം 1465 കിലോമീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ ബി ഒഡീഷ. ഉത്തരായന രേഖ കടന്നു പോകുന്ന 8 സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ആൻസർ ഓപ്ഷൻ സി ലോർഡ് റിപ്പൺ. ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെടുന്നതും റിപ്പൺ പ്രഭുവിനെയാണ്. 1ാം ഫാക്ടറി ആക്ട് പാസാക്കിയ വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു. ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് റിപ്പൺ പ്രഭുവാണ്. ഇൽബർട്ട് ബില്ല് പാസാക്കിയത് റിപ്പൺ പ്രഭുവാണ് 1883. ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിച്ചുകൊണ്ടുള്ള നിയമമാണ് ഇൽബർട്ട് ബില്ല്. നാട്ടുഭാഷ പത്രനിയമം പിൻവലിച്ച വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു 1881. നാട്ടുഭാഷാ പത്രനിയമം കൊണ്ടുവന്ന വൈസ്രോയി ലിട്ടൺ പ്രഭുവാണ്. 1878 ഇത് കൊണ്ടുവന്നത്. ഇത് പിൻവലിച്ചത് റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി മേയോ പ്രഭുവാണ് 1872. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭുവാണ് 1881. അടുത്ത ക്വസ്റ്റ്യൻ, യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്. യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 44 സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഈ സിവിൽ കോഡ് ആദ്യമായിട്ട് നിലവിൽ വന്ന സംസ്ഥാനം ഗോവയാണ്. സ്വാതന്ത്ര്യാനന്തരം ഉത്തരാഖണ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ, പക്ഷികളുടെ തൂവൽ പോലെ കാഴ്ചയിൽ തോന്നിക്കുന്ന മേഘം? ആൻസർ ഓപ്ഷൻ സി സിറസ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ മടക്ക് പർവ്വത നിരകൾക്ക് ഉദാഹരണം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അറ്റ്ലസും ആൽപ്സും മടക്ക് പർവ്വതങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതങ്ങളാണ് മടക്ക് പർവ്വതങ്ങൾ. മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഹിമാലയം, റോക്കീസ്, ആൻഡീസ്, ആൽപ്സ് ഒക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക്? ആൻസർ ഓപ്ഷൻ എ പാമ്പാടും ചോല നാഷണൽ പാർക്ക്. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി സച്ചിദാനന്ദ സിൻഹ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിക്കുന്ന ലൂണി നദിയുടെ പോഷക നദികളിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി ബേത്വ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത് എന്ന്? ആൻസർ ഓപ്ഷൻ ബി 1949 നവംബർ 23. അടുത്ത ക്വസ്റ്റ്യൻ, നീൽ ദർപ്പൺ എന്ന ബംഗാളി നാടകത്തിൻ്റെ രചയിതാവ് ആര്? ആൻസർ ഓപ്ഷൻ ബി ദീനബന്ധു മിത്ര. അടുത്ത ക്വസ്റ്റ്യൻ, വില്യം ഹോക്കിൻസ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ജഹാംഗീർ. അടുത്ത ക്വസ്റ്റ്യൻ, 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത സ്വതന്ത്ര സമര സേനാനി? ആൻസർ ഓപ്ഷൻ സി ജയപ്രകാശ് നാരായണൻ. അടുത്ത ക്വസ്റ്റ്യൻ, പോവർട്ടി ആൻഡ് ഫാമിൻ എന്ന ഗ്രന്ഥം രചിച്ചത്? ആൻസർ ഓപ്ഷൻ സി അമർത്യ സെൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഫ്രഞ്ച് ആസ്ഥാനത്തെ കണ്ടെത്തുക? ആൻസർ ഓപ്ഷൻ ഡി പോണ്ടിച്ചേരി. അടുത്ത ക്വസ്റ്റ്യൻ, ആത്മവിദ്യാ സംഘത്തിൻ്റെ സ്ഥാപകനെ കണ്ടെത്തുക? ആൻസർ ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം? ആൻസർ ഓപ്ഷൻ എ മണികരൺ.